ഇയ്യോബ് ഒറ്റ ദിവസത്തിൽ തന്നെ തന്റെ ജീവിതം കീഴ്മേൽ മറിയുന്നത് ഈ മനുഷ്യൻ കണ്ടു. അവന്റെ എല്ലാ പണവും നഷ്ടമായി, അവന്റെ കുഞ്ഞുങ്ങൾ മരിച്ചു, അവന്റെ ആരോഗ്യം പോലും ഇല്ലാതായി. ഇതിനേക്കാളും മോശമായിട്ടുള്ള സാഹചര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്നാൽ ഇതിനേക്കാളും അവിശ്വസനീയമായ ഒരു രംഗം ഇവിടെ വരുന്നുണ്ട്. ദൈവത്തോട് ദേഷ്യം ഉണ്ടാകുന്നതിന് പകരം ഇയ്യോബ് മുട്ടുകുത്തി ആരാധിച്ചു. എന്തൊരു പൊട്ടത്തരമാ എന്ന് തോന്നും അല്ലേ? എന്നാൽ ഇത് വെറും ഒരു കഥയല്ല, ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇതിൽ വലിയൊരു രഹസ്യവും അടങ്ങിയിരിക്കുന്നുണ്ട്. നാം പൊതുവെ അഭിമുഖീകരിക്കുന്ന ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയെ തന്നെ പൂർണ്ണമായി മാറ്റാൻ കഴിയുന്ന ഒന്നാണിത്. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ? നമുക്ക് വിശദമായി ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഇയ്യോബ് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അവൻ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു മനുഷ്യനാണെന്ന് ബൈബിൾ നമ്മോട് പറയുന്നുണ്ട്. ഇയ്യോബ് പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു: ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹം നിഷ്കളങ്കനും പരമാർത്ഥിയും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായിരുന്നു. ഇതിനർത്ഥം ഇയ്യോബ് ഒരു നല്ല മനുഷ്യനായിരുന്നു, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇയ്യോബ് ഒരു നല്ല വ്യക്തി മാത്രമല്ല, അവൻ വലിയ പണക്കാരനായിരുന്നു. അവന് 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 ജോഡി കാളയും 500 പെൺകഴുതകളും ഒരുപാട് വേലക്കാരും ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അത് നമുക്ക് ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നോക്കിയാൽ അവൻ വലിയ കോടീശ്വരനായിരുന്നു. ഇയ്യോബ് ഉറപ്പായിട്ടും അന്നത്തെ കാലത്തെ ഏറ്റവും സമ്പത്തുള്ളവരിൽ ഒരാളായിരുന്നു. ഇയ്യോബിന്റെ കുടുംബം മനോഹരമായിരുന്നു. അവന് 7 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും വളരെ സ്നേഹത്തിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ ഒരുമിച്ച് കൂടും, ആഘോഷിക്കും. ഇയ്യോബ് വളരെ ശ്രദ്ധാപൂർവം മക്കളെ വളർത്തുന്ന ഒരു പിതാവായിരുന്നു. ഓരോ ആഘോഷത്തിനു ശേഷം തന്റെ മക്കൾ മനഃപൂർവ്വമായി പോലും തെറ്റ് ചെയ്യാൻ പാടില്ല എന്നത് ഉറപ്പാക്കാൻ അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് കാണിക്കുന്നത് ഇയ്യോബ് വളരെ ശുദ്ധനായിരുന്നു എന്നാണ്. അവന് പണവും നല്ല സമാധാനമുള്ള കുടുംബവും എല്ലാവരുടെയും ബഹുമാനവും ഉണ്ടായിരുന്നു. എന്നാൽ അതിലും ഏറ്റവും പ്രധാനമായി അവൻ ദൈവത്തിന് നല്ല കൂട്ടുകാരനായിരുന്നു. ഇതെല്ലാം കേട്ടിട്ട് എന്നാൽ പിന്നെ അയാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി കാണത്തില്ല എന്ന് തോന്നും അല്ലേ? എന്നാൽ ഈ സംഭവകഥ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാറി മറിഞ്ഞു. ഒരു ദിവസം ദൈവദൂതന്മാർ കർത്താവിന്റെ മുമ്പിൽ പോയി. സാത്താനും അവരുടെ കൂടെ പോയി നിന്നു. ദൈവദൂതന്മാർ കണക്ക് ബോധിപ്പിക്കാനും ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള മാർഗനിർദ്ദേശം സ്വീകരിക്കാനും വേണ്ടി ഒത്തുകൂടിയതായിരുന്നു ഈ സ്വർഗീയ സമ്മേളനം. എന്നാൽ ഈ പ്രാവശ്യം സാത്താനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. സാത്താന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ദൈവം അവനോട് ചോദിച്ചു: നീ എവിടെ നിന്നാണ് വന്നത് എന്ന്. സാത്താൻ: ഞാൻ ഭൂമിയിൽ എല്ലാം ചുറ്റി സഞ്ചരിച്ച് സകലവും നിരീക്ഷിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നാശമുണ്ടാക്കാനും മനുഷ്യരുടെ വിശ്വാസം പരീക്ഷിക്കാനും എവിടെയെങ്കിലും അവസരം കിട്ടുമോ എന്ന് നിരന്തരമായി അന്വേഷിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ കർത്താവ് സാത്താനോട് ചോദിച്ചു: എന്റെ ദാസനായ ഇയ്യോബിനെ നീ ശ്രദ്ധിച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും പരമാർത്ഥി